റൂസോ ഇങ്ങനെ പറഞ്ഞു, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ആ വലിയ ചങ്ങല ഏതാണ്? അതാണ് പാപം. അവനെ ലഹരിയിലേക്കും അധാർമികതയിലേക്കും ജീവിതത്തിന്റെ തകർച്ചകളിലേക്കും നയിക്കുന്ന ആ വലിയ പാപം, ആ വലിയ ചങ്ങല. ആ ചങ്ങലയെ പൊട്ടിച്ചുകൊണ്ട്, ഈ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും മനുഷ്യനെ വിടുവിച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളായി ജീവിക്കുവാനും ഈ മരണത്തിന് അപ്പുറമായ ജീവിതത്തിന്റെ പ്രത്യാശ നൽകുവാനുമാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്ന സന്ദേശമാണ് ഇതിനു മുമ്പേ നാം കേട്ടത്. ലോകത്തിന് മുകളിൽ മനുഷ്യ ചരിത്രത്തിൽ ഏത് മതങ്ങളിലാകട്ടെ എവിടെയും നോക്കൂ, മനുഷ്യനെ തേടി ലോകത്തിലേക്ക് വന്ന് മനുഷ്യന് പകരക്കാരനായി അവന്റെ പാപങ്ങളെയും ശാപങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് അവന്റെ മരണത്തെ സ്വയം ഏറ്റെടുത്ത് മനുഷ്യന് വേണ്ടി മരിച്ച ഒരേ ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന്റെ സ്നേഹം ഇന്നും അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു, പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു, തകർന്ന ജീവിതങ്ങളെ പുതിയ ജീവിതത്തിലേക്ക് കരം പിടിച്ച് ഉയർത്തുന്നു. ആകയാൽ ഈ പ്രത്യാശയുടെ സന്ദേശം ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു. ആ പ്രത്യാശയിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ജീവിതം തകർന്നു പോയി എന്ന് ഒരിക്കലും പറയരുത്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇന്നുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ രാഷ്ട്രം അഭിവൃദ്ധിപ്പെടണം, ഈ രാഷ്ട്രത്തിലെ ഓരോ ജനതയും അഭിവൃദ്ധിപ്പെടണം. ഒരു തലമുറയെ നശിപ്പിക്കുന്ന ലഹരിയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അധാർമികതയിൽ നിന്ന് ഈ സമൂഹം വിടുവിക്കപ്പെടണം. അതിന് നമ്മെ ശക്തീകരിക്കുന്ന ആ അജയ്യമായ ശക്തി യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ ഈ ദേശനിവാസികളെ, ഞങ്ങളുടെ മാന്യ ശ്രോതാക്കളെ പരിചയപ്പെടുത്തിക്കൊള്ളുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തിന്റെ മേൽ സകലവിധ ദൈവിക സമാധാനവും ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഞങ്ങൾ നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, അടിയങ്ങളെ ഇതുവരെയും അവിടുന്ന് സഹായിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ജീവിതം തകർന്നു പോയവർ, നിരാശയിലായവർ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിലും ഭവനത്തിലും ദൈവിക സമാധാനം നൽകി ഈ സ്വാതന്ത്ര്യ ദിനം യേശുക്രിസ്തുവിലൂടെയുള്ള ദിവ്യമായ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്ന, ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു ദിനമാക്കി മാറ്റി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.